അപ്പോൾ നമ്മൾ ഇന്ന് ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെമ്മീൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് മുളകും മഞ്ഞളും ഉപ്പും കുറച്ച് വിനാഗിരും ഇട്ട് തിരുമ്മി മിക്സ് ചെയ്തിട്ട് നമ്മളത് ഫ്രൈ ചെയ്യാൻ വെച്ചേക്കണയാണ്. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബിരിയാണി ദം ചെയ്യാനുള്ള ഒരു പാത്രം എടുത്തിട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക, 2 ടേബിൾ സ്പൂൺ നെയ്യും നറുനെയ്യ് ഇടുക. ഇനി ബിരിയാണീനെ കളർഫുൾ ആക്കാനുള്ള നമ്മുടെ സവാള നമുക്ക് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഫ്ലേവർ കിട്ടാൻ. ഇനി ഇതിലേക്ക് നമ്മൾ കാഷ്യൂം കൂടി ഇടണയാണ്. എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. കാഷ്യൂ അല്പം മുരിഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് റൈസിനും കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ റൈസിന് ഇടുന്നതാണ്. നമ്മളത് മുരിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ റൈസ് വേവിക്കാൻ പോണേ. അതിനായിട്ട് നമ്മൾ സവാള വറുത്ത എണ്ണയാണ് നമ്മൾ ഇതിൽ ഒഴിക്കണത്. ആ ഒരു ഫ്ലേവർ ഒക്കെ കിട്ടാനാണ് നമ്മളത് യൂസ് ചെയ്യണത്. റൈസ് കുക്ക് ചെയ്യാനായിട്ട് പട്ട, കരയാമ്പ്, ജീരകം, സവാള, പെരുംജീരകം എല്ലാം ഇട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പോണേണ്. അങ്ങനെ സവാള ഒന്ന് വാടി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിലേക്ക് 2 തക്കാളി മുറിച്ചിട്ടുണ്ടായി. ആ തക്കാളി ഇട്ട് കൊടുത്തു. അതിനാവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി അതൊക്കെയാണ് ചേർത്തത്. കൊറിയാൻഡർ പൗഡറും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം നമ്മളവിടെ റൈസ് കുക്ക് ചെയ്യാനായിട്ടുള്ള ചട്ടി വെച്ച് സവാളയൊക്കെ ഇട്ട് എല്ലാം ചെയ്യണമായിരുന്നു. ഇത് നമ്മൾ ചെമ്മീനിന് വേണ്ടിയാണ് ചെയ്യുന്നത്. കുറച്ച് മുളക് പൊടിയും ഇട്ടു. എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യാനാണ്. എന്നിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ അതിലേക്ക് നമ്മൾ ചേർത്തു. നല്ലോണം മിക്സ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം അപ്പുറത്തെ ചട്ടിയിൽ നമ്മൾ സവാളയും എല്ലാം മസാലപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ നല്ലോണം ഇളക്കി. അത് കഴിഞ്ഞ് നമ്മൾക്ക് അതൊന്ന് ഇതായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് റൈസ് ഇടാവുന്നതാണ്. 2 ഗ്ലാസ് അരിയാണ് ബിരിയാണി റൈസാണ് നമ്മളെടുത്തത്. 2 ഗ്ലാസ് അരിക്ക് നമ്മൾ 4 ഗ്ലാസ് വെള്ളമാണ് ചേർത്തത്. ആൻഡ് അത് റൈസ് ഇടണേ മുമ്പ് തന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് മസാലപ്പൊടി ചേർത്തു. ആൻഡ് റൈസ് ഇട്ടു. നല്ലോണം ഇളക്കി കൂട്ടി. ആൻഡ് റൈസ് ഒന്ന് ഇതായി കഴിയുമ്പോൾ നമ്മൾ രണ്ടും മിക്സ് ചെയ്യണതാണ് ചെയ്യണത്. ദം ചെയ്തു. ബട്ട് ദം ചെയ്യണ ഫുട്ടേജ് എനിക്ക് അതിലിടാൻ പറ്റിയില്ല. സോ ലാസ്റ്റ് നമ്മൾ ദം ചെയ്യുന്നുണ്ട് രണ്ടും കൂടെ. റൈസൊക്കെ മിക്സ് ചെയ്തു. ദം ചെയ്യുന്ന ഫുട്ടേജ് എനിക്ക് ഇടാൻ പറ്റാത്തത് കാരണം ദം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് ഞാൻ എടുത്തത്. ആ ഗാർണിഷിങ് സംഭവങ്ങളൊക്കെ. അങ്ങനെ നമ്മളുടെ പ്രോൺസ് ബിരിയാണി ഇവിടെ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.